ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൻ. ഞാനിതാ ഈ വർഷവും പരിതാ പാചകറാണി 2025 മത്സരിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇതാ ഒരേ വർഷം തന്നെ 2 പ്രാവശ്യം പാചകറാണി. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. അതുമാത്രമല്ല ഇപ്രാവശ്യവും എനിക്ക് പോവേണ്ടി സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇപ്രാവശ്യം എനിക്ക് റെസിപ്പീസ് സെലക്റ്റഡ് ആയപ്പോൾ. അങ്ങനെ ഞാൻ നമ്മുടെ 2ാമത്തെ പ്രാവശ്യം വനിതാ പാചകറാണിയുടെ വേദിയിലെത്തിയിട്ടുണ്ട്. സെമി ഫൈനൽ മത്സരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ഫൈനലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എത്തി 9 മണിയായപ്പോഴത്തിന് ശേഷം രജിസ്റ്റർ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. സരിത ചേച്ചിയുണ്ട്, രൂപ ചേച്ചിയുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. അതുപോലെ ഈ പ്രാവശ്യം ജംഷിക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിനും ഇതുപോലെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്ലോട്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കലും കാര്യങ്ങളൊക്കെ ആയി. കറക്റ്റ് 10 മണിക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ടറും അതുപോലെ തന്നെ പനീർ കറിയുമാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, സ്വീകരിക്കുക, പറ്റുന്നവരൊക്കെ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ദംദം സ്റ്റാർസിലെ ജീഷ. അതുപോലെ തന്നെ ഫെമിത്ത ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കൂടെ മത്സരിച്ച ഫെമിത്ത, സുമയ്യ, അങ്ങനെ ഒരുപാട് പേർ അവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഫെമിത്ത കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതായത് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം റീജിയനിൽ നിന്നും തെരഞ്ഞെടുത്ത 15 പാചകറാണിമാരാണ് എന്റെ മുൻപിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നത്. സോ യു ഡിസേർവ് ദ ബെസ്റ്റ്. ക്യാൻ വി ഹിയർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്? ഒരു നല്ല കൈയടി. എല്ലാ റീജിയനിൽ നിന്ന് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന 3 റീജിയനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു 6 പേര് കൂടെ ഫിനാലെ മത്സരത്തിൽ മാറ്റുരയ്ക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് 3 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് പാചകറാണിയിലെ വിന്നേഴ്സ് ആവുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എനിവേസ് 2 മണിക്കൂറാണ് ഒരു സ്റ്റാർട്ട്. ഇവിടെ ഓൾമോസ്റ്റ് അടിക്കാൻ പോകുന്നു. ഈ സൈഡ് ഓൾറെഡിയാണ്. വേറെ ഇൻസ്ട്രക്ഷൻ പറയാനുള്ള 3 സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. ഒന്ന് പുറകിൽ, ഹോളിന്റെ പുറകിൽ 2 സ്ഥലത്തും, റൈറ്റ് സൈഡിലായിട്ട്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ടും മിക്സി ഉണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട്. സോ യെസ്, തുടങ്ങാം. സോ ഇറ്റ്സ് 10:10. അപ്പോൾ കൃത്യം 12:10 നമ്മുടെ കോമ്പറ്റീഷൻ അവസാനിക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
അങ്ങനെ എൻ്റെ കറിയും പനീർ കറിയും റെഡിയായി. ഞാൻ ഇളനീർ പപ്പായക്കൊട്ട് ഇട്ട് പനീർ ലബാബ്ദാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അതുപോലെ ഇളനീർ തന്നെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തതും. അതുപോലെ സ്വീറ്റ് പൊട്ടോറ്റോയും ആശീർവാദ പൊടിയും വെച്ചിട്ട് ഒരു റോളപ്പം ഉണ്ടാക്കി. അങ്ങനെ ജിഷേദ അതുപോലെ തന്നെ ജംഷീദ അങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ രൂപച്ചേച്ചി അങ്ങനെ രൂപച്ചേച്ചിക്ക് 3rd പ്രൈസാണ് കിട്ടിയത്. 3rd പ്രൈസ് തന്നെ സെലക്ഷന് കിട്ടി. ഇനി ഫൈനൽ മത്സരിക്കണം. ഇതാണ് സുമയ്യ കോട്ടക്കലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവരുടെയൊക്കെ റെസിപ്പീസും അവരുടെയൊക്കെ പ്രസൻറ്റേഷനും കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇവരൊക്കെ പേരിക്കതവരൊക്കെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സരിത ചേച്ചി ഒരു 2-3 കോൺടെസ്റ്റ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുപയർ പനീർ കറിയും മുരിങ്ങ മത്തിക്കോൽ 37 ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതാണ് ജസീല വയനാടുള്ളതാണ്. ഇതും ദം ബിരിയാണി സ്റ്റാറിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ എല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫെമി മുനീർ ദം ബിരിയാണിയിലെ 2nd പ്രൈസ് അടിച്ചിട്ടുള്ള ആളാണ്. ഇതാണ് ഷമീന. അങ്ങനെ ഞാനും എൻ്റെ സ്ലോട്ടിൽ വെയിറ്റിംഗ് ആണ് ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് സരിത ചേച്ചിക്ക്, 2nd ഷമീന, 3rd രൂപ ചേച്ചി. അങ്ങനെ അവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനിയും ബാക്കി 2 പേരെ സെലക്ട് ചെയ്യാണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ സെക്ഷൻ അന്വേഷിച്ചും അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.